ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ 3 വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. അമ്മുവിന്റെ സഹപാഠികളാണ് കസ്റ്റഡിയിലായത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. CK അഭിലാൽ ചേർന്ന അഭിലാൽ, നേരത്തെ ഈ കുട്ടിയുടെ മരണത്തിന് മുൻപ് ഒരു പരാതി വരികയും ചില കുട്ടികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തുവെന്ന് പ്രിൻസിപ്പൽ ഉൾപ്പെടെ വിശദീകരിച്ചതാണ്. ആ കുട്ടികൾ തന്നെയാണോ ഇപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെടാൻ ഇടയാക്കുന്ന തരത്തിൽ കസ്റ്റഡിയിലായത്? ആത്മഹത്യ ചെയ്ത അമ്മു എ സജീവിന്റെ സഹപാഠികളായ 3 പെൺകുട്ടികളെയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ആദ്യഘട്ടത്തിൽ ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ബന്ധുക്കൾ ആരോപണം കടുപ്പിക്കുകയും ഒപ്പം തന്നെ ഈ സംഭവത്തിന് ആത്മഹത്യക്ക് വളരെ മുൻപ് തന്നെ അമ്മു എ സജീവന്റെ അച്ഛൻ സജീവൻ നൽകിയ പരാതിയിൽ ഈ 3 പെൺകുട്ടികളുടെ പേരും പരാമർശിച്ചിരുന്നു. അപ്പോൾ ദീർഘകാലമായി പെൺകുട്ടികൾക്കിടയിൽ വലിയ തർക്കവും അതോടൊപ്പം തന്നെ അമ്മുവിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി. ഒപ്പം തന്നെ ഇന്ന് കുടുംബം കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി ഈ വിഷയത്തിൽ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. അതുകൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അമ്മുവിന്റെ സഹപാഠികൾ ആയിട്ടുള്ള 3 പെൺകുട്ടികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പത്തനംതിട്ട സ്റ്റേഷനിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അമ്മുവിന്റെ ആത്മഹത്യയിൽ ഇവർക്ക് 3 പേർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇവരുടെ അറസ്റ്റ് രാത്രി തന്നെ ഉണ്ടായേക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിലാണ് 3 വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അമ്മുവിന്റെ സഹപാഠികൾ തന്നെയാണ് ഈ കസ്റ്റഡിയിലുള്ള കുട്ടികൾ എന്നതാണ് CK അഭിലാൽ നൽകുന്ന വിവരം. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസ് ആലോചിക്കുന്നത്.